പോലീസ് സംഘടനകൾ പിടിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കത്തിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. പോലീസ് സംഘടനാ ക്രമീകരണ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് നടപടി. ആഭ്യന്തര വകുപ്പ് രൂപീകരിച്ച അഡ്വോക് കമ്മിറ്റിയുടെ പ്രവർത്തനവും കോടതി തടഞ്ഞു. പോലീസ് സേനയിൽ നിലവിലുള്ള 3 സംഘടനകളെ രണ്ടാക്കി മാറ്റി സംഘടന പിടിച്ചെടുക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ നീക്കത്തിനാണ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടത്. സർക്കാർ ഉത്തരവ് 3 ആഴ്ചത്തേക്ക് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് കോടതിയുടെ നിർണായക ഇടപെടൽ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതാക്കി അംഗങ്ങളും ആസ്തിയും മറ്റ് 2 സംഘടനകളിലേക്കായി വീതിച്ച് നൽകിക്കൊണ്ടുള്ളതായിരുന്നു സർക്കാർ ഉത്തരവ്. 60:40 അനുപാതത്തിൽ ആസ്തികൾ വീതിച്ച് നൽകുമെന്നായിരുന്നു ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. അനുപാതം നിശ്ചയിച്ചത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിച്ചു. DGPയുടെ റിപ്പോർട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനങ്ങളെന്ന് കോടതി ആരാഞ്ഞു. പോലീസിലെ സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതാണ് സർക്കാർ ഉത്തരവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. പോലീസിൻ്റെ അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാർലമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂവെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. യാതൊരു കൂടിയാലോചനകളുമില്ലാതെ ഏകപക്ഷീയമായാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഓരോ തട്ടിലെയും ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങളും പരാതികളും വ്യത്യസ്തമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹർജിക്കാരുടെ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് ഉത്തരവ് സ്റ്റേ ചെയ്ത് വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത്. വിശദമായ മറുപടി നൽകാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യരുതെന്ന അഡ്വക്കേറ്റ് ജനറലിൻ്റെ വാദവും കോടതി മുഖവിലക്കെടുത്തില്ല. ആഭ്യന്തര വകുപ്പ് ഇതിനായി രൂപീകരിച്ച അഡ്വോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും കോടതി തടഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.